ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സജന സിറാജ്. ഞാൻ കഴിഞ്ഞ ജൂൺ മുതലാണ് മെഡ്വെഞ്ചർ ഫാർമസിസ്റ്റ് കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തത്. ജൂൺ തൊട്ട് തന്നെ ഞാൻ ക്ലാസ്സസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ എക്സാം ക്ലിയർ ചെയ്തത്. കഴിഞ്ഞ സെപ്റ്റംബർ 27 എക്സാം ക്ലിയർ ചെയ്തത്. എനിക്ക് ത്രൂ ഔട്ട് ഈ 4 months അടുത്ത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. എല്ലാ മോക്ക് ടെസ്റ്റുകളും ഫുൾ ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ക്ലാസ്സാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രിപ്പയർ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഒരു ടച്ച് പോയൊരു സമയത്താണ് ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ത്രൂ ഔട്ട് എല്ലാ ക്ലാസ്സുകളും നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ ഈ ക്ലാസ് കൊണ്ട് നന്നായിട്ട് യൂസ്ഫുള്ളായി. അത്രക്കും നല്ല ക്ലാസ്സുകളായിരുന്നു ഡോക്ടർ ആൻഡ്രോ ജോൺ സാറിൻ്റെ. പിന്നെ ഇതിലെ ഞാൻ ഫസ്റ്റ് എല്ലാ ബേസിക് ക്ലാസ്സും ഞാൻ പഠിച്ച് തീർത്തതിന് ശേഷമാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സിലേക്ക് കടന്നത്. ആപ്പിലുള്ള എല്ലാ ഫയൽസും ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്തു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാം അങ്ങനെ ചെയ്തപ്പോൾ കുറച്ചും കൂടി ക്ലാസ്സിൽ നിന്നിട്ടും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. പിന്നെ മാമിനോടും ഡൗട്ടുകളൊക്കെ ചോദിക്കുമായിരുന്നു. എൻ്റെ കോച്ച് നിലീന മാം ആയിരുന്നു. ഞാൻ ഡൗട്ടുകളൊക്കെ ചോദിക്കുമായിരുന്നു. ഓവറോൾ എനിക്ക് അങ്ങനെ ഒരു നല്ല ഒരു എക്സ്പീരിയൻസാണ് മെഡ്വെഞ്ചറിൽ നിന്ന് കിട്ടിയത്. എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ത്രൂ ഔട്ട് അവിടുത്തെ കാര്യങ്ങൾ തന്നെയാണ് എന്നെ ഹെൽപ്ഫുൾ ആക്കിയത്. എക്സാം ആക്ച്വലി എനിക്ക് കുറച്ച് ടഫായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ തിയറി ക്ലാസ്സസും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ബേസിക് കൺസെപ്റ്റുകളൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇനി എഴുതാൻ പോകുന്നവർക്കും എല്ലാവരും ക്ലാസ്സസും തിയറി കൺസെപ്റ്റ്സും എല്ലാം പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പരമാവധി വർക്കൗട്ട് ചെയ്യുക. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അപ്ഗ്രേഡഡ് ആയിട്ട് പഠിക്കുക. പണ്ടത്തെ ഒരു ഫോമാറ്റിലല്ല എക്സാം ആകെ പാറ്റേൺ എല്ലാം ചേഞ്ചായി. കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളൊരു ഫാർമസിസ്റ്റായിട്ടാണ് നമ്മൾ ഇനി പുറത്ത് വരുന്നത്. ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ന്യൂ അപ്കമേഴ്സ്. Thank you.